ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപവത്കരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അധ്യക്ഷൻ എ. എൻ. കുൻസ്രു, ബി. കെ. പണിക്കർ, സി. വി. മേനോൻ, ഡി. ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപവത്കരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ. ഉത്തരം ഡി. ഫസൽ അലി. 1953 ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചത്. 1953 ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചത്. ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിലാണ് കമ്മീഷനിൽ സർദാർ കെ. പണിക്കർ, ഹൃദയനാഥ് കുൻസ്രു എന്നിവരായിരുന്നു അംഗങ്ങൾ. ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനിൽ സർദാർ കെ. പണിക്കർ, ഹൃദയനാഥ് കുൻസ്രു എന്നിവരായിരുന്നു അംഗങ്ങൾ. 1955 സെപ്റ്റംബറിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്മീഷന്റെ ശുപാർശകൾ ഏതാനും പരിഷ്കാരങ്ങളോടെ അംഗീകരിച്ചു. 1955 സെപ്റ്റംബറിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്മീഷന്റെ ശുപാർശകൾ ഏതാനും പരിഷ്കാരങ്ങളോടെ അംഗീകരിച്ചു. 1956 ഓഗസ്റ്റ് 31 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നു. 1956 ഓഗസ്റ്റ് 31 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നു. ഇതുപ്രകാരം നവംബർ 1 കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപം കൊണ്ടു. ഇതുപ്രകാരം നവംബർ 1 കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപം കൊണ്ടു. 1956 ഓഗസ്റ്റ് 31 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നു. ഇതുപ്രകാരം നവംബർ 1 കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപം കൊണ്ടു. ആന്ധ്രാപ്രദേശ്, അസം, ബീഹാർ, ബോംബെ, ജമ്മു കശ്മീർ, മധ്യപ്രദേശ്, മദ്രാസ്, മൈസൂരു, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവയായിരുന്നു മറ്റ് സംസ്ഥാനങ്ങൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഡൽഹി, മണിപ്പൂർ, ത്രിപുര, ഹിമാചൽ പ്രദേശ്, ലക്ഷദ്വീപ് എന്നിവ കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയിരുന്നു. ആന്ധ്രാപ്രദേശ്, അസം, ബീഹാർ, ബോംബെ, ജമ്മു കശ്മീർ, മധ്യപ്രദേശ്, മദ്രാസ്, മൈസൂരു, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവയായിരുന്നു മറ്റ് സംസ്ഥാനങ്ങൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഡൽഹി, മണിപ്പൂർ, ത്രിപുര, ഹിമാചൽ പ്രദേശ്, ലക്ഷദ്വീപ് എന്നിവ കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയിരുന്നു.